പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം മനോഹരമായ ചോദ്യമാണ്. സന്തോഷമുള്ളൊരു ചോദ്യമാണ്. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് എന്നതാണ് ചോദ്യം. ഭാര്യയോടാണോ, ഭർത്താവിനോടാണോ, മക്കളോടാണോ, അല്ലെങ്കിൽ മക്കളിൽ തന്നെ ഏത് മൂത്ത മകനോടാണോ, അല്ലെങ്കിൽ മാതാപിതാക്കളോടാണോ, അവരിൽ തന്നെ അപ്പനോടാണോ, അമ്മയോടാണോ കൂടുതൽ ഇഷ്ടം ആരോടാണ് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? എല്ലാറ്റിനേക്കാളും കൂടുതലായി ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? ഈശോയോടാണ് എന്ന് പറയാൻ കഴിയുന്നത് കൊണ്ട്, നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റുന്നത് കൊണ്ട് നമുക്കൊന്ന് കൈയടിക്കാം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ആഗ്രഹമാണത്. എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ ഈശോയെ സ്നേഹിക്കണം, ഈശോ പറയുന്നത് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നതൊക്കെ നമ്മളുടെ ഒരാഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് എല്ലായ്പ്പോഴും പറ്റാറൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ പറയാണ്, എന്നേക്കാൾ അധികമായിട്ട് മാതാപിതാക്കളെയോ മറ്റുള്ളവരെയോ ജീവിത പങ്കാളിയെയോ മക്കളെയോ ഒക്കെ സ്നേഹിക്കുന്നവര് എനിക്ക് യോഗ്യരല്ല. ഇറ്റ്സ് നോട്ട് വർത്തി ഓഫ് മീ. വളരെ ഹാർഡായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എന്ന് പറയില്ലേ, ഈശോ വളരെ സ്ട്രോങ് ആയിട്ട് പറയാണ്, നിങ്ങൾ എന്നേക്കാൾ ഉപരി വേറെ ആരെങ്കിലും ഒക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് യോഗ്യരല്ല, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ യോഗ്യരല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇന്ന് ഒന്നാം വായനയിൽ ഈശോ പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. എന്താണ്? ദൈവം പറയാണ്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടോ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഉത്തരം കിട്ടുന്നൊരു ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കർത്താവ് പറയാണ്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല, നിങ്ങൾ എത്ര കരമുയർത്തിയാലും ഞാൻ അത് ശ്രദ്ധിക്കുകയില്ല. നിങ്ങളുടെ ആഘോഷങ്ങളോട് എനിക്ക് മടുപ്പാണ്, എനിക്ക് വെറുപ്പാണ് എന്ന് പറയുകയാണ്. കാരണം നിങ്ങൾ ഒരു വശത്ത് ആഘോഷങ്ങൾ നടത്തുന്നു, മറുവശത്ത് തിന്മ പ്രവർത്തിക്കുന്നു. ഒരു വശത്ത് നിങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്നു, മറുവശത്ത് നിങ്ങൾ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുന്നു, അനാഥരുടെയും വിധവകളുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെയാണ് ദൈവത്തിന്റെ ആരോപണങ്ങൾ. ഇന്നത്തെ ഒന്നാം വായന തുടങ്ങുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ വലിയൊരു അപകടമുണ്ട്. ഇസ്രായേൽക്കാരെ ദൈവം വിളിക്കാണ് സോദോമിലെ അധിപതികളെ എന്ന്, ഗൊമോറയിലെ ഭരണാധികാരികളെ എന്ന്. സോദോം ഗൊമോറ പാപം ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഇസ്രായേലിനെ, ജെറൂസലേമിനെ ദൈവം സോദോം ഗൊമോറയോട് ഉപമിക്കുകയാണ്. അതാണ് ആളുകൾക്ക് ഈ വാചകന്റെ മെസ്സേജ് സ്റ്റണ്ണിങ് ആയിപ്പോയി. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു വിളിക്കുകയാണ്. ജെറൂസലേമിലെ ആളുകൾ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ സോദോംകാരാണ്, നിങ്ങൾ ഗൊമോറക്കാരാണ് എന്ന് പറഞ്ഞാണ് വചനം ഇന്ന് ആരംഭിക്കുന്നത്. കാരണം അത്രമാത്രം തിന്മ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലായിരുന്നിട്ടും, ദൈവത്തിന്റെ സ്വന്തം ഭവനത്തിലായിരുന്നിട്ടും തിന്മ ചെയ്തു കൂട്ടി. ഇനി എന്താണ് ഒരു വഴി കൂടെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒന്നാം വായന അവസാനിക്കുന്നത്. നിങ്ങൾ കഴുകി വിശുദ്ധീകരിക്കുവിൻ, തിന്മയെ വെറുക്കുവിൻ, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവിൻ, തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവിൻ. ഒന്ന്, തിന്മ വെറുതെ ഒഴിഞ്ഞു പോവുകയില്ല. തിന്മക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, തിന്മ ഞാൻ അങ്ങനെ വെറുതെ ഒന്നും പോവുകയില്ല. തിന്മ വെറുതെ പോവുകയില്ല, ആട്ടി ഓടിക്കണം. ഈശോ തന്നെ പിശാചിനെ ആട്ടി ഓടിക്കുകയാണ്. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. തിന്മയെ ആട്ടി ഓടിക്കുകയാണ്. ഈ തിന്മ പോന്നൊന്നും പറഞ്ഞാൽ പോകുന്ന ഒരാളല്ല തിന്മ. ആട്ടി ഓടിക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് ഈശോ പറയാണ്, നന്മ ചെയ്യുന്നതിന് പഠിക്കുവിൻ. നന്മ വെറുതെ ഒന്നും നമ്മൾ കാലത്ത് കണ്ണും തുറന്ന് എഴുന്നേറ്റ് കണ്ണും മുഖമൊക്കെ കഴുകി അപ്പൊ തന്നെ നന്മയൊന്നും ചെയ്യാൻ പറ്റില്ല. നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്യണം, അത് അഭ്യസിക്കണം.
അപ്പൊ ഒരു വശത്ത് തിന്മയെ അട്ടിയോടിക്കാൻ കഠിനാധ്വാനം ചെയ്യണം, മറുവശത്ത് നന്മ ചെയ്യുന്നതിന് നമ്മൾ അതിന് പഠിക്കണം. കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പി. കർത്താവിന് സ്വീകാര്യമായ ബലിയർപ്പിക്കാൻ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ യോഗ്യതയോടുകൂടെ നിൽക്കാൻ ഒത്തിരി ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. തിന്മയെ ആട്ടിയോടിക്കുകയും നന്മ ചെയ്യാൻ പഠിക്കുകയും ഒക്കെ ചെയ്ത് കഴുകി വിശുദ്ധീകരിച്ച് അശുദ്ധിയിൽ നിന്ന് മോചനം പ്രാപിച്ച് നീതി പ്രവർത്തിച്ച് കരുണ കാണിച്ച് എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ഈശോ പറയും, യു ആർ വർത്തി ഓഫ് മീ. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുതപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാം. ഈശോയേ 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 ഈശോയേ